എൻ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. കെ സുധാകരനെ ചോദ്യം ചെയ്തു. വയനാട് DCC ട്രഷറർ എൻ വിജയന്റെ വിജയന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ കെ സുധാകരനെ കണ്ണൂരിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു. വയനാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ വിജയനെയും മകനെയും കോൺഗ്രസുകാർ കൊന്നത് തന്നെയാണ് എന്നാണ് ആ ആരോപണം നിലനിൽക്കുകയാണ് ഇപ്പോൾ KPCC അധ്യക്ഷനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. 2.5 കോടിയോളം രൂപയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി എൻ വിജയൻ പലരിൽ നിന്നും പിരിച്ചു നൽകിയത്. കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ IC ബാലകൃഷ്ണൻ MLA, അതോടൊപ്പം തന്നെ ND അപ്പച്ചൻ മുൻ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പണം വാങ്ങി. ഇക്കാര്യം കെ സുധാകരനും VD സതീശനും അടക്കമുള്ള KPCC നേതൃത്വത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും അതിലൊരു തീരുമാനവും എടുക്കാതെ എൻ വിജയനെയും മകനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു. ആ കത്തിൽ എൻ വിജയൻ എഴുതിയ കത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ സുധാകരനെ പോലീസ് വയനാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്ത വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞോ? എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? സിജു, ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വയനാട് സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സുധാകരൻ്റെ വീട്ടിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. ഡിവൈഎസ്പി പ്രതികരിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. കേസ് അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളായതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമെങ്കിൽ കൂടിയും ഏറ്റവും പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സുധാകരന് ഈ കാര്യത്തിൽ എത്രത്തോളം അറിവുണ്ടായിരുന്നു, ഈ വിജയൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളെ കുറിച്ച് എത്രത്തോളം കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചിട്ടുള്ളത്. കാരണം 2022 നൽകിയിട്ടുള്ള കത്ത്, എൻ വിജയൻ കെ സുധാകരന് നൽകിയിട്ടുള്ള കത്ത്, ആ കത്തിന് പുറത്ത് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ആ സമയത്ത് തന്നെ അന്ന് കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങൾ അറിയാമായിരുന്നു എന്ന് പിന്നീട് പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എത്രയൊക്കെ കാര്യങ്ങൾ അറിയാം, ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട്, പണപ്പിരിവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നതെല്ലാമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കെ സുധാകരനിൽ നിന്നും ചോദ്യം ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷണ സംഘം ഇവിടെ നിന്നും മടങ്ങിയിരിക്കുകയാണ്. ഇനി കെ സുധാകരൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കാം. നേരത്തെ തന്നെ സുധാകരൻ ഈ കേസിൽ നോട്ടീസ് നൽകി പോലീസ് എത്തുകയാണെങ്കിൽ വിവരങ്ങൾ കൃത്യമായും കൈമാറാൻ തയ്യാറാണ്, അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ളത് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇവിടെ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നത്. സിജു, സന്തോഷ്, ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എങ്ങനെയാണ് എൻ വിജയനും മകനും ആത്മഹത്യയിലേക്ക് പോയതെന്നുള്ളതാണ്. എൻ വിജയൻ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഉൾപ്പെടെയുള്ള വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2.5 കോടിയോളം രൂപ പലരിൽ നിന്നായി പിരിക്കുന്നു. പലർക്കും ജോലി വാങ്ങാമെന്ന് പറഞ്ഞ് പിരിക്കുന്നു. IC ബാലകൃഷ്ണൻ ലെറ്റർ പാഡിൽ അടക്കം നിയമന ഉത്തരവ് നൽകുന്നു. അത് കൃത്യമായും KPCC നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ്. അവിടെ ND അപ്പച്ചൻ മുൻ DCC പ്രസിഡന്റ്, അതേ സമയത്ത് തന്നെ KPCC അധ്യക്ഷന് ഇക്കാര്യങ്ങളെ കൃത്യമായി ND അപ്പച്ചനും IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്യുന്നു. അതായത് കോൺഗ്രസ് നേതൃത്വത്തിനാകെ, സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും അറിയാവുന്ന കാര്യമായിരുന്നു എൻ വിജയനും കുടുംബവും പ്രതിസന്ധിയിലാണ്, ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞ് എൻ വിജയൻ പണം വാങ്ങി. ആ പണം തിരികെ പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടു. ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് നേതാക്കൾ കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ എൻ വിജയൻ മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്യുന്നു. മകനുണ്ടായിരുന്ന ജോലി വരെ നഷ്ടപ്പെടുത്തിയ കോൺഗ്രസ് നേതൃത്വം ഒരേ സമയം തന്നെ IC ബാലകൃഷ്ണനോടൊപ്പവും ND അപ്പച്ചനോടൊപ്പം പ്രതിസ്ഥാനത്ത് തന്നെയാണ് കെ സുധാകരനും VD സതീശനും. തീർച്ചയായും അതുതന്നെയാണ് ഇത്തരത്തിൽ വയനാട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള ഒരു അഴിമതി. അതിൽ തീർച്ചയായിട്ടും KPCC അധ്യക്ഷൻ അതിൻ്റെ അറിവുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പൊതുവെ അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇതിൽ കൃത്യമായിട്ടുള്ള പങ്ക് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കുണ്ടാകും എന്നുള്ള കാര്യവും വ്യക്തമാണ്. കാരണം ഈ വിഷയം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും ആ വിഷയം ഒതുക്കി തീർക്കാനാണ് കെ സുധാകരൻ ആ സമയത്ത് ശ്രമിച്ചത് എന്നുള്ളതാണ് മനസ്സിലാകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ച ഈ കേസ്
കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ കെ സുധാകരന് അറിയാമായിരുന്നു എന്നുള്ള കാര്യത്തിലും അന്വേഷണ സംഘത്തിന് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ അതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചത്. ഈ അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പണപ്പിരിവും അതോടൊപ്പം തന്നെ MLA IC ബാലകൃഷ്ണൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു വലിയ സാമ്പത്തിക ക്രമക്കേട് എന്നല്ല, ഒരു വലിയ ചതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതാണ് ഈ NM വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ KPCC നേതൃത്വത്തിൻ്റെ പങ്ക് എത്രത്തോളമാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായും തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഈ വയനാട്ടിലെ പ്രധാനപ്പെട്ട IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളതെങ്കിൽ കൂടിയും അതിൽ KPCC നേതൃത്വത്തിന് എത്രത്തോളം ഈ കാര്യങ്ങളിൽ ആ വിഷയങ്ങളിൽ ആ സമയത്ത് അറിയാമായിരുന്നു. അങ്ങനെ കൃത്യമായും അറിയുകയായിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ സാമ്പത്തിക ചതിയുടെയും മറ്റും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ അത് തീർച്ചയായും ആത്മഹത്യക്ക് മുൻപ് ഈ ആത്മഹത്യയുടെ വക്കിൽ നിന്നുകൊണ്ട് ഒരു കത്തെഴുതി ആ സമയത്ത് അതിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയില്ല എങ്കിൽ അതും തീർച്ചയായും കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് കൂടുതൽ അന്വേഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വയനാട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. KPCC നേതൃത്വത്തിനുൾപ്പെടെ വളരെ കൃത്യമായിട്ടുള്ള അറിവോടുകൂടിയാണ് ഈ വയനാട് നടന്നിട്ടുള്ള നിയമനവും പണപ്പിരിവും സാമ്പത്തിക ക്രമക്കേടുകളും എന്നുള്ളതിലേക്ക് തന്നെയായിരിക്കും അന്വേഷണം എത്തിച്ചേരുന്നത്. സിജു. ശരി, സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വയനാട് DCC ട്രഷറർ NM വിജയൻ്റെ മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ കെ സുധാകരനെ കണ്ണൂരിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ബത്തേരി DYSPയും സംഘവും മടങ്ങിപ്പോവുകയും ചെയ്തു. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്.